Hello friends, I am Ramees Ali. എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെ വിശേഷം സുഖല്ലേ? ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം മുളന്തുരുത്തിയിലാണ്. ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് വന്നതാണ്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ വീടുണ്ടല്ലോ. ഈ വീടിന്റെ പ്ലാനും വാക്ത്രൂം എല്ലാം തന്നെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ വീട് നിർമ്മിക്കുന്ന കൺസ്ട്രക്ഷൻ സൈറ്റിലാണ് ഇപ്പോൾ ഞാനുള്ളത്. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ സൈറ്റും കാര്യങ്ങളെല്ലാം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അഞ്ചേക്കാ സെൻറ്റ് പ്ലോട്ടിൽ 4 ബെഡ്റൂമുകൾ അടങ്ങിയ ഒരു വീടാണ് ഇവിടെ നിർമ്മിക്കുന്നത്. വീടിൻ്റെ മുൻവശം ഫേസ് ചെയ്യുന്നത് തെക്ക് ഭാഗത്തേക്കായിട്ടാണ്. അതുകൊണ്ട് തന്നെ വീടിൻ്റെ മെയിൻ ഡോറും കിച്ചണും കിഴക്ക് ഭാഗത്തേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഈ വീടിൻ്റെ പ്രധാന ആകർഷണം ഈ സ്വിമ്മിംഗ് പൂളും അതിൻ്റെ മുകളിൽ വരുന്ന ഈ സ്റ്റെയർ കേസുമാണ്. സ്വിമ്മിംഗ് പൂളിൻ്റെ PCC വർക്കാണ് ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് മാസ്റ്റർ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ കഴിഞ്ഞ് ഒരു ടോയ്ലറ്റും കൊടുത്തിരിക്കുന്നു. ഇവിടെയാണ് വീടിൻ്റെ സിറ്റൗട്ട് വരുന്നത്. സിറ്റൗട്ട് കഴിഞ്ഞ് ലിവിംഗ് റൂമാണ്. ലിവിംഗ് റൂം കഴിഞ്ഞ് ഡൈനിങ് റൂം ഇവിടെയാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കിച്ചൺ ഈ ഭാഗത്തായിട്ടാണ് കൊടുക്കുന്നത്. കിച്ചൺ കഴിഞ്ഞൊരു വർക്ക് ഏരിയ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇത്രയുമാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ കൊടുക്കുന്ന സൗകര്യങ്ങൾ. ഫസ്റ്റ് ഫ്ലോറിൽ മൊത്തം 3 ബെഡ്റൂംസ് ആണുള്ളത്. ഈ 3 ബെഡ്റൂംസും ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂംസ് ആയിട്ട് കൊടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഈ വീടിൻ്റെ പ്ലാൻ വീഡിയോ കാണാത്തവർക്കായിട്ട് വീഡിയോ ലിങ്ക് ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. ഇവിടെ വീടിൻ്റെ പ്ലിന്ത് ബീം കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ വീടിൻ്റെ ചുമര് വെട്ടുകല്ല് ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. എറണാകുളത്തിൻ്റെ ഈ മേഖലയിൽ നല്ല ഹാർഡായിട്ടുള്ള സോയിൽ കണ്ടീഷനാണ്. അതുകൊണ്ട് തന്നെ വെട്ടുകല്ല് സുലഭമായി ലഭിക്കുന്നുണ്ട്. സ്വിമ്മിംഗ് പൂളിൻ്റെ സ്റ്റീൽ റീൻഫോഴ്സ്മെൻറ്റ് വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പൂളിലേക്കുള്ള വെള്ളം ഫില്ല് ചെയ്യാനും ഡ്രെയിൻ ചെയ്യാനുമായിട്ടുള്ള ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് പൈപ്പെല്ലാം ഇട്ടുവെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. സ്വിമ്മിംഗ് പൂളിൻ്റെ നിർമ്മാണത്തിൽ പ്ലംബിംഗ് വർക്കുകൾ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സ്വിമ്മിംഗ് പൂൾ നിർമ്മിക്കുന്നതിന് മുമ്പായിട്ട് എപ്പോഴും നല്ല ഒരു സ്വിമ്മിംഗ് പൂൾ കൺസൾട്ടന്റിനെ തന്നെ വർക്ക് ഏൽപ്പിക്കുന്നത് നല്ലതായിരിക്കും.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ദ വീഡിയോ ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ദിസ് ഇസ് റമീസ് സൈനിങ് ഓഫ്.